Hi friends, Yes and Creations by Tahi എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും വരച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതിന്റെ മോക്ക് ചെയ്ത ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ആണ്. ചെറിയ മോളാണ്, അവൾക്ക് വേണ്ടി ചെയ്ത ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. എന്നിട്ടാണ് ഞാനിത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിന്റെ സ്കേർട്ട് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു ലെഹങ്ക ഡിസൈനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെഹങ്ക ഡിസൈൻ കാണിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ ബ്ലൗസിലും സ്കേർട്ടിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മോക്ക് ചെയ്തപ്പോൾ നമ്മുടെ ലെഹങ്കയുടെ ബെൽറ്റ് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ബ്രൊക്കേഡ് ബ്ലൗസാണ് മോക്ക് ചെയ്തിരിക്കുന്നത്. ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ സിമ്പിളായിട്ട് നെക്കിൽ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ നെക്കാണ്, അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഫ്രെയിം നമ്പർ 8 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കവറായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷോൾഡർ വരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രെയിം നമ്പർ 8 വെച്ചാൽ മതി. ചെറിയ നെക്കാണ്, ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള 2 ടൈപ്പിലെ സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്ക്വയർ ടൈപ്പും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൗണ്ടും എടുത്തിട്ടുണ്ട്. രണ്ടും ഗ്രീൻ കളറാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഗം എടുത്തിട്ടുണ്ട് കേട്ടോ. B6000 ഗമ്മാണ് എടുത്തേക്കുന്നത്. പിന്നെ നോർമൽ സൂയിങ് ത്രെഡ്, നീഡിൽ നമ്പർ 12. അപ്പോൾ ഇത്രയും വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്, അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്കിവിടെ ഷുഗർ ബീഡ്സ് ആവശ്യമുണ്ട്. നമുക്ക് മെറ്റീരിയൽസ് പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് എടുക്കുന്നുണ്ട്. ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ B6000 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാനിവിടെ നെക്കിന് ചുറ്റും സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ, ഒരു റൗണ്ട് അങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ നോർമൽ ഫാബ്രിക് ഗ്ലൂവിൻ്റെ ഗം ആണെങ്കിലും അഥവാ B6000 ആണെങ്കിലും കുറച്ച് സമയം നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ സ്റ്റോൺ വെച്ച ഉടനെ വർക്ക് ചെയ്യരുത്, ഇളകിപ്പോരും കേട്ടോ. നമ്മൾ നോർമൽ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞതൊരു 24 hours എങ്കിലും ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെയുള്ള ഈ സ്ക്വയർ സ്റ്റോൺ ഉണ്ടല്ലോ, അതിനെ ഞാൻ കവർ ചെയ്യാനായിട്ട് ഒരു 15 ബീഡ് എടുക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ചെയ്യാൻ സൗകര്യത്തിന് ഞാനൊന്ന് തിരിച്ചു വെക്കുവാണ്. അപ്പോൾ ഞാനൊരു 15 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതേ ഷേപ്പിന് തന്നെ കോർത്ത് പോകാം. നമുക്ക് ഫസ്റ്റ് വെച്ച് ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ നീഡിൽ താഴേക്ക് എടുക്കാവേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാ കോർണറിലും അതിൻ്റെ സൈഡിലും നമുക്ക് ലോക്ക് സ്റ്റിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിന് തന്നെ നമ്മളിതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഷുഗർ ബീഡ് 15 ഷുഗർ ബീഡാണ് എടുത്തേക്കുന്നത്. ഓരോ കോർണറിലും അതിൻ്റെ സൈഡിലും ഞാൻ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് ഷേപ്പിൽ വെക്കാനായിട്ട് ഞാൻ 12 ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. അതും അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിന് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ കോർത്ത ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അതും ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. 3-4 ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സ്ക്വയർ സ്റ്റോൺ വെക്കുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് കൊടുക്കേണ്ടത്. റൗണ്ട് വെക്കുമ്പോൾ അതനുസരിച്ച് വെക്കുക. നമുക്കിത് ഫുള്ള് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റൗണ്ടും സ്ക്വയറും സ്റ്റോൺ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ക്രോപ്പ് ടോപ്പാണ് ചെയ്തേക്കുന്നത്. അതിൽ സിമ്പിളായിട്ട് ആ വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ സ്കേർട്ടിന്റെ ബെൽറ്റ് പോർഷനിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റോൺസും ആന്റിക് കട്ട് ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സ്കേർട്ടിന്റെ ബെൽറ്റ് പോർഷൻ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്രീൻ കളർ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് ലെഹങ്ക ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.